നിസ്തുലനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. നാം ജീവിക്കുന്ന ഈ കാലയളവ് വളരെ പ്രതിസന്ധികളും കഷ്ടങ്ങളും നിറഞ്ഞ ഒരു സമയമാണ്. ഈ കാലയളവിൽ ആവശ്യ വസ്തുക്കൾ പലതും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആവശ്യ വസ്തുക്കളുടെ വില വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഓരോ കാലത്തും ദൈവിക അഭിഷേകത്തിനും ദൈവിക വിശ്വസ്തതയ്ക്കും വേണ്ടി നിലനിൽക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ വിശ്വസ്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു, നമ്മുടെ അക്ഷരീക ലോകത്ത് ആവശ്യ വസ്തുക്കളുടെ വില വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ആ വില വർധനവ് നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടും പ്രതിസന്ധികളും ഉളവാക്കുന്നു എന്ന് വന്നേക്കാം. അതുപോലെ തന്നെയാണ് ആത്മീക ലോകത്ത് ആവശ്യ വസ്തുക്കളുടെ നിലവാരം കുറയുകയും അതുപോലെ തന്നെ ആവശ്യ വസ്തുക്കൾ പലതും ദുർലഭമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഞാൻ അല്പസമയം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, ആവശ്യ വസ്തുക്കൾ ദുർലഭമാകുന്നൊരു കാലത്ത്, അല്ലെങ്കിൽ ദൈവവചനം സഭയിൽ ഇല്ലാതെയാകുമ്പോൾ സഭയിൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ എന്ത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങൾ എന്ത്? 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം, ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. അതെ, ആത്മീകമായി വചനം ദുർലഭമാകുന്ന ഒരു കാലത്ത് നാം ജീവിക്കുമ്പോൾ അതിൻ്റെ പിൻപിൽ സംഭവിക്കുന്ന പരിണിത ഫലങ്ങൾ എന്താണ്? ഇന്ന് നമുക്ക് വളരെ വാക്ചാതുര്യത്തോടും വളരെ കഴിവോടും കൂടി സാമർഥ്യത്തിൽ പ്രസംഗിക്കുന്ന അനേക ശക്തന്മാരാകുന്ന ദൈവദാസന്മാരെ കാണുവാൻ കഴിയും. എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവരുടെ എണ്ണം ഇന്ന് വിരളമായി കൊണ്ടിരിക്കുന്നു. സ്ഥാനത്തിനും അധികാരത്തിനും പണമോഹത്തിനും വേണ്ടി ഓടുകയും അതിൻ്റെ പിമ്പിൽ പ്രയത്നിക്കുകയും ദൈവഭയത്തിൽ നിന്നും ദൈവാലോചനയിൽ നിന്നും വ്യതിചലിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കൂട്ടത്തെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ആത്മീകമായി വചനം ദുർലഭമായാൽ സംഭവിക്കുന്ന പരിണിത ഫലം എന്ത്? ഒന്നാമതായി ഞാനിവിടെ ചിന്തിക്കുന്നത്, 1 ശമൂവേലിൻ്റെ പുസ്തകം തന്നെ 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഫെലിസ്ത്യർ ഇസ്രായേലിന് നേരെ പടയ്ക്കടുക്കുന്നു. അപ്പോൾ പടയ്ക്കടുക്കുന്ന കാലത്ത് പടയുടെ മുമ്പിൽ ദൈവമക്കൾ തോറ്റുപോകുന്നു. അപ്പോൾ ആത്മീകമായി വചനം ദുർലഭമായാൽ സംഭവിക്കുന്നത്, ആത്മീക ജീവിതത്തിൽ ഒരു വിശ്വാസി ശത്രുവിനോട് തോൽക്കുവാനിടയായിത്തീരും. കാരണം വചനം ഒരുവനെ ആത്മീകമായി ഉറപ്പിക്കുകയും ധൈര്യം പകരുകയും ശക്തി നൽകുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. 2, ആത്മീകമായി വചനം ദുർലഭമാകുമ്പോൾ 1 ശമൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം കാണുന്നത്, പെട്ടകം പിടിക്കപ്പെട്ടു. അതെ, നമുക്കറിയാം, പഴയ നിയമത്തിൽ പെട്ടകം, ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഇസ്രായേലിൻ്റെ നടുവിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ദൈവസാന്നിധ്യം അല്ലെങ്കിൽ ദൈവിക കൽപ്പന അല്ലെങ്കിൽ ദൈവികമാകുന്ന പ്രമാണങ്ങൾ അവരുടെ ഇടയിൽ നിലനിന്നു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ പെട്ടകം പിടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തീർത്തും ദൈവസാന്നിധ്യം അവരുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. ഇന്ന് നമ്മളുടെ സഭകളിൽ, നമ്മളുടെ കുടുംബങ്ങളിൽ ജഡീകരുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. കാരണം ദൈവവചനത്തിൻ്റെ ശക്തിയേറിയ വാക്കുകൾ ഇന്ന് സഭകളിൽ കുറഞ്ഞു പോകുന്നു. മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനവും ഇടപെടലുകളും ഇന്ന് സഭയിൽ ഇല്ലാതെയാകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സംസാരവും ഇടപെടലുകളും കേൾക്കുവാൻ അനേകർക്കും കഴിയാതെ പോകുന്നു. പരിണത ഫലം തോൽവിയും പരാജയവും തകർച്ചയും ആത്മഹത്യയും മാത്രമല്ല വിവാഹമോചനങ്ങളും എന്നുവേണ്ട ലോകമനുഷ്യരെക്കാൾ
ആത്മീക കൂട്ടങ്ങൾ ഈ നാളുകളിൽ അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ നടുവിൽ പെട്ടകം പിടിക്കപ്പെടാതെ വചനവും വചനസത്യവും കാത്തു സൂക്ഷിക്കുവാൻ ഈ തലമുറയിൽ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി 1 ശമൂവേലിൻ്റെ പുസ്തകം തന്നെ 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വ്യാകുലപ്പെടുകയാണ്. ഇന്ന് വ്യാകുലതകൾ സഭകളിൽ, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് നാം പ്രസംഗിക്കുമായിരുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നാൽ യേശുവിൻ്റെ വാക്കുകൾ പലപ്പോഴും നാം ഉദ്ധരിച്ച് പ്രസംഗിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ലോകമനുഷ്യരെക്കാൾ കൂടുതൽ വ്യാകുലതകളും പ്രശ്നങ്ങളും ആകുലതകളും നമ്മളുടെ ഇടയിൽ വർദ്ധിക്കുന്നു. പരിണതഫലം കാരണം എന്തെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ലോകത്തിനുള്ളതിനും പ്രാധാന്യം കൊടുത്ത് ലോകമയമാകുന്ന ചിന്തകളിലൂടെ ഞാനും നിങ്ങളും അലഞ്ഞു നീങ്ങുന്നതല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 4-മതായി മഹത്വം പൊയ്പോയി. 1 ശമൂവേലിൻ്റെ പുസ്തകം തന്നെ 4-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെടുകയും അമ്മായിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ടും മഹത്വം ഇസ്രായേലിൽ നിന്ന് പോയിപ്പോയി എന്ന് പറഞ്ഞ് അവൾ കുഞ്ഞിന് ഇഖാബോദ് എന്ന് പേരിട്ടു. മഹത്വം പോയിപ്പോകുന്ന ഒരു കാലം, ദൈവമഹത്വമില്ലാതെ ജഡികതകളും ലോകമോഹങ്ങളും തകർച്ചകളും വർദ്ധിച്ചു വരുന്ന ഒരു കാലം. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അത് നാം മനസ്സിലാക്കേണ്ടുന്നത്, അത് ആത്മീകമായ വളർച്ചയെ ബാധിക്കുന്നു, കുടുംബങ്ങളെ ബാധിക്കുന്നു, സഭകളെ ബാധിക്കുന്നു, വ്യക്തിത്വങ്ങളെ ബാധിക്കുന്നു. ഇതിലെല്ലാം ഉപരിയായി ദൈവത്തെ വിശ്വസ്തതയിലും സത്യത്തിലും ആരാധിക്കേണ്ടുന്ന പിൻതലമുറകളെ അത് ബാധിക്കുന്നു. ഓരോ കാലത്തും വിശ്വാസികളുടെ എണ്ണം, അല്ലെങ്കിൽ ദൈവസ്നേഹമുള്ളവരുടെ എണ്ണം, പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം ഈ തലമുറകളിൽ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ആയതിനാൽ ആവശ്യ വസ്തുക്കൾ പലതും ഇല്ലാതെയാകുമ്പോൾ, ആവശ്യ വസ്തുക്കൾ പലതും നമുക്ക് ലഭിക്കാതെ ഇരിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്തിൽ ഒരു ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുക. എന്നാൽ മറിച്ച് ആത്മീക മണ്ഡലത്തിലും അതുപോലെയുള്ള ഒരു ക്ഷാമം ഉയർന്നു വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ നാളുകളിൽ, ഈ പുതുവർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ഞാൻ ദൈവവചനത്തിലൂടെ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്, നാം ദൈവവചനത്തിൽ തൽപരരായി ആത്മീക മൂല്യങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും അനുസാരമായി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ദൈവവചനത്തിനനുസാരമായി നാം ജീവിക്കുവാൻ തയ്യാറെടുക്കുമെങ്കിൽ നമ്മളുടെ നാളുകളിൽ ഉള്ള തലമുറകൾ പരാജയമാകാതെ വിശ്വസ്തതയിൽ ജീവിക്കുവാനിടയായിത്തീരും. ഇന്ന് അനേകർ പറയുന്ന സാക്ഷ്യങ്ങൾ, അനേകർ പറയുന്ന പ്രസംഗങ്ങൾ നമ്മുടെ പിൻതലമുറകൾക്ക് അത് ഇഷ്ടമല്ലാതെ വരുവാൻ കാരണം നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ തന്നെ മാതൃകയില്ലാത്ത അവസ്ഥകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. 119-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ആവശ്യ വസ്തുക്കൾ പലതും ദുർലഭമാകുമ്പോഴും ദൈവവചനം നമ്മളുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമാകുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ചൈതന്യം വരുത്തുവാൻ, അത് നമ്മളെ പണിതെടുക്കുവാൻ, നാളുകളിൽ മറ്റനേകരുടെ മുമ്പിൽ മാതൃകയായി ജീവിപ്പാൻ അനിവാര്യമാകും വണ്ണം അത് നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. ആയതിനാൽ ദൈവവചനത്തിനനുസാരമായി ജീവിക്കുവാൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. അതിനായി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം, ദൈവവചനത്തിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഈ നാളുകളിൽ ആവശ്യ വസ്തുക്കൾ പലതും കർത്താവെ ലഭിക്കാതെ പോകുമ്പോൾ അതിൻ്റെ നടുവിൽ വിശ്വസ്തയോടെ, ഭക്തിയോടെ ദൈവവചനത്തിൽ ആശ്രയിച്ച് കർത്താവിങ്കിൽ നിന്ന് വരുന്ന കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ട് വിശ്വാസത്തിൽ മുന്നേറുവാൻ ആവശ്യമായ ദൈവശക്തിയും കൃപയും അങ്ങ് ഞങ്ങളുടെ മേൽ പകർന്ന് അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ ദൈവവചനത്തിൽ ഉറപ്പ് പ്രാപിപ്പാൻ, ശക്തി പ്രാപിപ്പാൻ, കൃപ പ്രാപിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.